മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കണ്ണൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് മടങ്ങിയെത്തി രാവിലെ ഏകദേശം 10:50 വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ CPM ജില്ലാ സെക്രട്ടറി വി ജോയ്, മന്ത്രി വി ശിവൻകുട്ടിയും A. റഹീം MP എന്നിവരൊക്കെ തന്നെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയനൊപ്പം ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള വീണയും ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചില്ല. കൂടെ നിന്നവരെ കൈ കാണിച്ച് വീശി അവരോട് ചെറിയൊരു പുഞ്ചിരി നൽകി അദ്ദേഹം കാറിൽ കയറുകയായിരുന്നു. നമ്പർ 1 എന്നെഴുതിയ സ്റ്റേറ്റ് കാറുമൊന്നുമല്ല, AKG സെൻറ്ററിൽ നിന്ന് എത്തിച്ച കാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്കുള്ള യാത്ര. മുന്നിലും പിന്നിലും സുരക്ഷ ഒരുക്കിയിരുന്ന കമാൻഡോ സംഘമോ മറ്റ് അകമ്പടി വാഹനങ്ങളോ ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ ഒരു എസ്കോർട്ട് ജീപ്പ് മാത്രമാണ് അനുഗമിച്ചിരുന്നത്. വിമാനത്താവളത്തിലും റോഡിലും പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കി. ഉച്ചയോടെ ക്ലിഫ് ഹൗസിൽ നിന്നും AKG സെന്ററിലെത്തിയ അദ്ദേഹം അരമണിക്കൂറോളം അവിടെ ചിലവഴിച്ച ശേഷം വീണ്ടും ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങി. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരുടെ യോഗം ക്ലിഫ് ഹൗസിൽ ചേർന്നു. ഫയലുകൾ മാറ്റി ഓഫീസ് ഒഴിയാൻ നിർദ്ദേശം നൽകി. വൈകാതെ തന്നെ അദ്ദേഹം ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞ് AKG സെന്ററിന് സമീപമുള്ള ചിന്ത ഫ്ലാറ്റിലേക്ക് താമസം മാറും എന്നാണ് റിപ്പോർട്ടുകൾ. അത് AKG സെന്ററിന് അടുത്ത് തന്നെയാണ്. പ്രതിപക്ഷം നേതൃസ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസ് അനുവദിക്കും. പക്ഷേ പ്രതിപക്ഷ നേതാവാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിലും പുതിയ സർക്കാർ അധികാരമേൽക്ക് വരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം അന്ന് റിസൾട്ട് ലഭിച്ച് അന്ന് വൈകുന്നേരം തന്നെയായിരുന്നു അദ്ദേഹം രാജി സമർപ്പിച്ചത്. വളരെ വേഗത്തിലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജി ഒഴിയുന്നതായി ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത്. പക്ഷേ പുതിയ മുഖ്യമന്ത്രി, പുതിയ UDF ഭരണത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിൽ തീരുമാനമാകുന്നത് വരെ അദ്ദേഹത്തിനോട് കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ തന്നെയാണ് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം തലസ്ഥാനത്തെത്തിയ പിണറായി വിജയനെ ക്ലിഫ് ഹൗസിൽ എത്തിച്ച പാർട്ടി സെക്രട്ടറിയുടെ കാറിനെ നാടൊട്ടൊടുക്ക് ഗതാഗത നിയമലംഘനത്തിന് പിഴ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. KL 01CR 4291 ഇന്നോവ ക്രിസ്റ്റയ്ക്കാണ് 2023 ശേഷം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലായി 18 തവണ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതിലൊന്നുപോലും അടച്ചിട്ടില്ല. വിവിധ കേസുകളിലായി 13,750 രൂപയാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. നിശ്ചിത സമയത്തിനുള്ളിൽ പിഴയടയ്ക്കാത്തതിനാൽ 2 കേസുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. പിഴ കുടിശ്ശിക തീർപ്പാക്കാൻ സ്വന്തം സർക്കാർ പ്രഖ്യാപിച്ച ഇളവും പാർട്ടി വിനിയോഗിച്ചിട്ടില്ല. മുൻ സീറ്റ് യാത്രികൻ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തതിനാണ് ഈ വാഹനം AI ക്യാമറയ്ക്ക് മുന്നിൽ കൂടുതലും കുടുങ്ങിയിട്ടുള്ളത്. ഇതിൽ 12 തവണയാണ് 500 രൂപ വീതം ഗതാഗത വകുപ്പിനെ പിഴ ചുമത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാറിന്റെ മുൻ സീറ്റിൽ ഇരിക്കുന്ന ചിത്രവും ഗതാഗത വകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അമിത ശബ്ദമുണ്ടാക്കും വിധം 4 ഹോണുകൾ ഘടിപ്പിച്ചതിന് 2023 മോട്ടോർ വാഹന വകുപ്പും കേസെടുത്തിട്ടുണ്ട്. ഇതുവരെയും ഈ ഹോണുകൾ നീക്കം ചെയ്തിട്ടില്ല. ശബ്ദ മലിനീകരണത്തിന് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇവ നീക്കം ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടില്ല. ചില്ലുകൾ കാഴ്ച മറയ്ക്കും വിധം കട്ടികൂടിയ കറുത്ത ഫിലിം പതിപ്പിച്ചതിനും സിഗ്നൽ ലംഘിച്ചതിനും കേസുണ്ട്. 2025 ജാനുവരിയിൽ കോവളം കാരോട് ദേശീയപാതയിൽ UST ജംഗ്ഷന് സമീപം 120 കിലോമീറ്റർ വേഗത്തിൽ പോയതിനും പിഴ ചുമത്തിയിട്ടുണ്ട്. അപകടകരമായ ഡ്രൈവിംഗിനാണ് കേസ്. 2025 ഓഗസ്റ്റിലും കിളിമാനൂർ കൊട്ടാരക്കര റോഡിൽ അമിത വേഗത്തിൽ പാഞ്ഞതിനും കേസുണ്ട്. ഏതായാലും പലതരത്തിലുള്ള വാഹന പിഴകളാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അടക്കം ഈ 2 വർഷത്തിൽ സഞ്ചരിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. AKG സെന്ററിലടക്കം കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. ആരാകും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന തീരുമാനം ഇന്നറിയാം. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നതിൽ തീരുമാനമെടുക്കും. കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ
പ്രതിപക്ഷ നേതാവിന്റെ പദവി പിണറായി വിജയൻ ഏറ്റെടുത്തേക്കില്ല എന്ന സൂചനകളുണ്ട്. അതേസമയം പാർട്ടി ആവശ്യപ്പെട്ടാൽ പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്ന സൂചനകളും ചില റിപ്പോർട്ടുകളായി പുറത്തു വരുന്നുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്തവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അദ്ദേഹം പിന്മാറിയേക്കുമെന്നാണ് നിരീക്ഷണങ്ങൾ. പിണറായി കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനാണ് സാധ്യത കൂടുതൽ. മുഖ്യമന്ത്രിക്ക് പുറമെ ഇക്കുറി വിജയിച്ച ഏക കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ബാലഗോപാൽ. പ്രമുഖ നേതാക്കളെല്ലാം UDF തരംഗത്തിൽ അടിപതറിയ സാഹചര്യത്തിലാണ് ബാലഗോപാലിലേക്ക് ചർച്ചകൾ നീളുന്നത്. ബാലഗോപാൽ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം പ്രകടിപ്പിച്ചാൽ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജി ചെറിയാനും PA മുഹമ്മദ് റിയാസ് എന്നിവരാവും പരിഗണിക്കപ്പെടുക. ഇതിൽ സജി ചെറിയാനാണ് പാർട്ടിയിൽ സീനിയർ. അതേസമയം ദുർബലമായ പ്രതിപക്ഷമായി മാറാതിരിക്കാൻ പിണറായി തന്നെ സഭയിലെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. മുന്നണിക്ക് പരാജയമുണ്ടാകുമ്പോൾ നയിക്കാതെ മാറി നിൽക്കുന്നത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടേക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ധാർമ്മികമായി പിണറായിക്ക് ഇനി പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവരുമുണ്ട്. പിണറായി പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ പകരം ബാലഗോപാലായിരിക്കും പദവിയിലെത്തുക. VS അച്യുതാനന്ദന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ ഉപനേതാവായി നിയമിച്ചിരുന്നു. അതേ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ പിണറായിക്കൊപ്പം KN ബാലഗോപാലിനെ ഉപനേതാവാക്കിയേക്കും. തെരഞ്ഞെടുപ്പ് തോൽവിയും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഇഴകീറി പരിശോധിക്കും. ന്യൂനപക്ഷങ്ങളുടെ ഇത്രയും ശക്തമായ ഇടതുവിരുദ്ധ ഏകീകരണം മുൻകൂട്ടി കാണാനായില്ല. SIRന് ശേഷമുണ്ടായ സാഹചര്യങ്ങൾ ഇടതുവിരുദ്ധ തരംഗത്തിനിടയാക്കി. കണ്ണൂരിൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പ്രതിഫലിച്ചെന്നുമാണ് വിലയിരുത്തൽ. പാർട്ടി കോട്ടകളിലെ തിരിച്ചടി പ്രത്യേകം പരിശോധിക്കും. നേതൃത്വത്തിന്റെ നയപരമായ പാളിച്ചകളും നേതൃത്വം വിലയിരുത്തും. കണ്ണൂരിലെ കനത്ത പരാജയത്തിലും വിമതരുടെ വിജയത്തിലും നേതൃത്വത്തിന് വിമർശനത്തിന് സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ സൈബർ ഇടത്തിലും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. മത്സരിച്ച് ജയിച്ച ശേഷം പ്രതിപക്ഷ നേതാവാകാതെ പിണറായി മാറി നിന്നാൽ അതിലും വിമർശനം നേരിട്ടേക്കാം. മുന്നണി രൂപം കൊണ്ട ശേഷമുള്ള ഏറ്റവും ദുർബലമായ അംഗസംഖ്യയുമായാണ് LDF പ്രതിപക്ഷത്തിരിക്കുന്നത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് പ്രതിപക്ഷത്തിൻ്റെതാക്കി മാറ്റി. CMO മീഡിയ എന്നത് ഒപ്പോസിഷൻ മീഡിയ എന്നാക്കിയാണ് മാറ്റിയിരിക്കുന്നത്.